മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. പള്ളുരുത്തി ശ്രീനാരായണ സമിതി പ്രതിമാസ ശാന്തി ദിനം ആചരിച്ചു. പള്ളുരുത്തി ശ്രീനാരായണ സമിതി പ്രതിമാസ ശാന്തി ദിനം ആചരിച്ചു. പള്ളുരുത്തി ശ്രീനാരായണ സമിതിയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ പ്രതിമാസ ശാന്തി ദിനം ഭക്തി നിർണയമായ ചടങ്ങുകളോടെ ആചരിച്ചു. എറണാകുളത്ത് വിദ്യാഭ്യാസം ചെയ്യുന്ന സുമയെ മറ്റൊരാൾ വന്ന് പരിചയപ്പെടുത്തുകയും ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, അത് ഒന്ന് നോക്കാം എന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പെണ്ണിനെ കാണാൻ പോകുന്നത്. കണ്ടപാടെ പറഞ്ഞു, എനിക്ക് പള്ളുരുത്തിയിലാണെങ്കിൽ വളരെ ഇഷ്ടമാണ്, അവിടെ ഗുരുദേവനുണ്ടല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ഒന്നും എൻ്റെ മനസ്സിലേക്ക് ഞാൻ ചിന്തിക്കാനും വന്നില്ല. എന്നാ ഈ പെണ്ണിനെ തന്നെ കേട്ടാ. പിന്നെ ഒരു ചതി ചെയ്തു. എന്താണ് ചതി എന്ന് ചോദിച്ചാൽ, പെണ്ണിന്റെ വീട് ഇവിടെയല്ല, കൊല്ലത്താണെന്ന് പറയാം. ഞാൻ ഓർത്ത് ഇവിടെയാണല്ല, എളുപ്പമില്ല എന്ന് ഓർത്തപ്പോ അയ്യോ ഇവിടെയല്ല, ഒരു മൺപ്രോത്തുരുത്ത് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. ശ്രീനാരായണ പ്രവർത്തക രംഭ ബോസ് രാവിലെ പതാക ഉയർത്തി. ടി.യു. രവീന്ദ്രൻ ഗുരുദേവ ചിത്രത്തിൽ പുഷ്പഹാരം അണിയിച്ചു. സാമൂഹ്യ സാമുദായിക പ്രവർത്തക സുമ വിപിൻ ചടങ്ങിൽ ദീപം തെളിയിച്ചു. ഇത്തരം കൂട്ടായ്മകൾ നാടിന്റെ ഐശ്വര്യത്തിന് വഴി തെളിയട്ടെ എന്ന് ആശംസിച്ചു. എഴുത്തുകാരൻ ദീപം വത്സൻ അധ്യക്ഷനായി. ഉഷ രവീന്ദ്രൻ, ആനന്ദവല്ലി മുരളി, പുഷ്പ, ലക്ഷ്മി തങ്കപ്പൻ, ശാലിനി കലാധരൻ തുടങ്ങിയവർ ഗുരുദേവ കീർത്തനങ്ങൾ ആലപിച്ചു. P.S. സുകുമാരൻ, P.K. രജിത് കുമാർ, N.D. കലജൻ, ഷാജ തങ്കപ്പൻ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം കൊടുത്തു. തുടർന്ന് ഗുരുപ്രസാദ വിതരണവും നടത്തി. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.